ഹേ ഗായ്സ്, നമ്മുടെ കുഞ്ഞിനും കൊണ്ടിട്ട് ഈവനിങ്ങിന് ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയതാട്ടോ. മെയിനായിട്ട് അവൾക്ക് ചെരുപ്പ് മേടിക്കാനായിട്ട് വന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ഇവൾക്ക് എപ്പോഴും ചെരുപ്പ് മേടിച്ചു കൊടുക്കണമെന്ന്. കാരണമുണ്ട് ഗായ്സ്, അവൾ ഊണിലും ഉറക്കത്തിലും ചെരുപ്പ് ഇട്ടിട്ടാട്ടൊക്കെ എടുക്കുക. അപ്പോൾ പിന്നെ അവളുടെ ചെരുപ്പ് വേഗം കേടായിപ്പോയില്ലേ. ഞങ്ങൾ പോയപ്പോൾ അവിടെ വലിയ സെലക്ഷനൊന്നും ഉണ്ടായില്ല കേട്ടോ. പിന്നെ ഈ ചെരുപ്പ് ഒരുവിധം കുഴപ്പമില്ല, കറങ്ങണം കുറച്ച് കുന്ത്രാണ്ടൊക്കെ ഉള്ളതുകൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളത് സെലക്ട് ചെയ്തു. പിന്നെ അവളത് ഇട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടണമല്ലോ, അതിനവൾക്ക് ഇത് സെറ്റാണോ എന്ന് അവൾ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചെരുപ്പൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ കുറച്ച് പച്ചക്കറി മേടിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ഉണ്ട് കേട്ടോ. വെറൈറ്റി വെജിറ്റബിൾസ് ഉണ്ടെന്ന് പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ. വെറൈറ്റി ആയിട്ടൊന്നുമല്ല, പക്ഷെ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് വെജിറ്റബിളൊക്കെ മേടിച്ചു. കുഞ്ഞിക്ക് ലൈറ്റ് കത്തണ വാച്ച് മേടിച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ അവൾക്ക് അതും മേടിച്ചു. എത്ര ദിവസം ഇതുപോലെ അവളുടെ കയ്യിൽ അതുണ്ടാവും എന്ന് എനിക്ക് അറിഞ്ഞോടാ കേട്ടോ. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഗണേശ ചതുർത്ഥി ആയതുകൊണ്ട് ഗണപതിൻ്റെ പ്രതിമയൊക്കെ ഉണ്ട് വെച്ചിട്ട് പ്രാർത്ഥനയും സംതിങ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞിക്ക് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അച്ഛനും മോളും കൂടിയും പോയതാണ് അത്. പോയി വന്നപ്പോൾ ഞാൻ അവളോട് ജസ്റ്റ് ചോദിച്ചു, കുഞ്ഞി നീ എന്താ അവിടെ കണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ അവൾ എന്നോട് പറയുകയാണേ, അമ്മ ഞാനവിടെ ആനേനെ കണ്ടു. അത്രയും ആനയല്ല മോളെ, അത് നമ്മുടെ ഗണപതിയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്.